RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം എന്നാണ് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനുള്ള കൃത്യമായ ഒരു ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരാം. അതിന് കുറെ ഫാക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഡേറ്റ് എന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ അതൊരു കൃത്യമായ അനാലിസിസിലൂടെ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ RRB NTPC എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. എന്നാണ്? ഓഗസ്റ്റ് 7 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് NTPC അണ്ടർ ഗ്രാജുവേറ്റ്സിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഏകദേശം 40 ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ എക്സാം 1 മന്ത് ടൈം എടുത്തിട്ടാണ് ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏകദേശം 1 കോടിയിൽ കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഡേറ്റ് എന്നായിരിക്കും? ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മന്തുകളായിട്ടായിരിക്കും ഈ എക്സാമിന്റെ ഡേറ്റ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഏത് എക്സാമുകൾ കൂടിയുണ്ട്? SSCയുടെ എക്സാമുകൾ കൂടിയുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് സർവീസുകളിലേക്ക് നടത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാമുകൾ കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് കൃത്യമായിട്ട് വരുന്ന സമയത്ത് മാത്രമേ ഇത്രയും ആളുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏകദേശം ഒരു 2 മന്ത്സോളം ടൈം നമുക്ക് എന്തിനു വേണം? RRB ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പങ്കുവെക്കുന്നത്. എന്നത്തേക്ക് സാർ RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഡേറ്റ് ഉണ്ടാവും? ഞാൻ പറയുന്നു, ഇനി നിങ്ങൾക്ക് ഒരു 3 മാസത്തെ സമയമാണ് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് പഠിക്കാനായിട്ട് കിട്ടുക. ഏകദേശം ഒക്ടോബർ നവംബർ ടൈമുകളിൽ ആയിരിക്കും നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിന് നമുക്ക് പരീക്ഷ നടക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, സാർ നമ്മൾ ജാനുവരിയിലാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്തത്, അപ്പോൾ എന്നത്തേക്ക് ഇനി പരീക്ഷ കാണും? ചില ആളുകൾ അന്നേരം മുതൽ പഠിച്ചു തുടങ്ങിയവരുണ്ട്. അല്ലെങ്കിൽ റെയിൽവേ എക്സാം വരുന്നു എന്ന് കരുതി ലാസ്റ്റ് ഇയർ മുതൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ആളുകളുണ്ട്. അവരൊക്കെ എക്സാമിന്, ചില ആളുകളൊക്കെ പഠിച്ച് മടുത്തു കഴിഞ്ഞവർ കാണും. ചില ആളുകൾ പരീക്ഷ ഇല്ലാത്തത് കാരണം അവരുടെ ആ ഒരു പഴയ എനർജി പോയിട്ടുള്ളവർ കാണും. അപ്പോൾ അവരോടെല്ലാം പറയുന്നത്, നിങ്ങൾ NTPC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഡി പരീക്ഷയും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന പരീക്ഷ മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഡേറ്റ് കൂടി മനസ്സിലാക്കുക. ഇനി ഒരു 3 മാസത്തോളം സമയം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഫൈനൽ ലാപ്പാണ്. ആൾറെഡി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒട്ടും നിരാശപ്പെടേണ്ട. നിങ്ങൾ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന പരീക്ഷയാണ് RRB ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറയുന്നത്. ഈ എക്സാമിന് നമ്മുടെ SSC എക്സാമുകളുടെ അത്രയും ടഫ് ഒന്നുമില്ല. CGL എക്സാമിന്റെ കണക്കോ അല്ലെങ്കിൽ NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ കണക്കോ ഒന്നും ഒരു ടഫ് ഒന്നുമുള്ള എക്സാം അല്ല. സിമ്പിൾ എക്സാം ആണ് RRB ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. അപ്പോഴും ഞാൻ പറയുന്നു, സിമ്പിൾ എക്സാം എന്ന് പറയുമ്പോഴും PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയിലല്ല ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഈ എക്സാം കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് സർവീസിലേക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതായത് ഏകദേശം SSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആളുകളും നമുക്കൊരു കോമ്പറ്റീഷനായി ഫ്രണ്ടിലുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു PSC എക്സാംസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു 80% GKക്ക് വെയിറ്റേജും 20%ഓളം മാത്സ് റീസണിങ്ങിന് മാത്രം വെയിറ്റേജ് വരുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനിൽ നമ്മൾ പോയാൽ ഒരിക്കലും നമുക്ക് RRB ഗ്രൂപ്പ് ഡി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ദിശയുടെ യൂട്യൂബ് ചാനലിൽ ശ്രദ്ധിച്ചാൽ തന്നെ റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള, റെയിൽവേ NTPCക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകൾ കണ്ടു നോക്കിയാൽ അറിയാം. ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മന്ത്സ് ടൈം പീരീഡോട് കൂടി ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്? റിവൈസ് ചെയ്യാനും ഒന്നുകൂടി ഈ കാര്യങ്ങളെ ബ്രഷപ്പ് ചെയ്ത് പരീക്ഷയിലേക്ക് പോകാനുമുണ്ട്. അപ്പോൾ ഇനി ആശങ്കകൾ ഒന്നും വേണ്ട. അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഏത് പരീക്ഷയാണ്? RRB ഗ്രൂപ്പ് ഡി എക്സാം ആണ് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ഒരിക്കൽ കൂടെ ഞാൻ ഇതിന്റെ വേക്കൻസിയെ പറ്റി നിങ്ങളോട് പറയാം. നല്ല വേക്കൻസി വരുന്നത്, ഏകദേശം 60,000-ഓളം വേക്കൻസി ഇപ്പൊ തന്നെ നമുക്ക് ഒഴിവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നന്നായി പ്രിപ്പയർ ചെയ്യുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന, സീരിയസ് ആയി എക്സാമിനെ കാണുന്ന, ഒരോളപ്പം വിചാരിക്കാൻ പാടില്ല, നല്ല വൃത്തിയായി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന പരീക്ഷയാണ്. നല്ല വേക്കൻസി ഉണ്ട്. 1 വർഷത്തിനിടയ്ക്ക് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ ഇതൊരു വളരെ സ്നേഹത്തോടുള്ള അഭ്യർത്ഥനയായി കണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന, നിങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഒരു 6 വർഷത്തോളമുള്ള നമ്മുടെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, റെയിൽവേയിലേക്ക് കഴിഞ്ഞ നമ്മൾ ഗ്രൂപ്പ് ഡി ലാസ്റ്റ് ഇയർ നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ജോലിക്ക് കയറി ഗ്രൂപ്പ് ഡിയിലേക്ക്.
കാരണം സിമ്പിൾ ഒരു പരീക്ഷയാണ്. അത് അതിൻ്റെതായ രീതിയിൽ കൃത്യമായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ വന്നിട്ട് പല പല ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എല്ലാ PSC റേഞ്ചിൽ പോകുന്ന പല ആളുകളും റെയിൽവേയുടെ എക്സാംസ് എടുത്തിട്ട് പ്രിപ്പറേഷൻ വരുന്നുണ്ട്. പക്ഷേ ഇത് ആ ഒരു രീതിയിൽ പോകേണ്ട എക്സാം അല്ല. നിങ്ങൾ ദിശയുടെ ചാനൽ ശ്രദ്ധിച്ചാൽ നമ്മൾ PSC എക്സാംസിന്റെ ക്ലാസ്സുകളെ നമുക്കില്ല. നമുക്ക് സ്റ്റാഫ് സെലക്ഷൻ, റെയിൽവേ, ബാങ്കിങ് ഒരേ മോഡിൽ വരുന്ന പരീക്ഷകളുടെ ക്ലാസ്സുകൾ വരുന്ന ഒരു അക്കാഡമിയാണ് നമ്മുടെ അക്കാഡമി എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകളും ആ രീതിയിലാണ്. അപ്പോൾ ആ ഒരു കൃത്യമായ ഓറിയന്റേഷനോട് കൂടി പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഏകദേശം നല്ല വേക്കൻസി നമ്മുടെ ഫ്രണ്ടിലുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഒറ്റ ടയർ എക്സാം ആണ്. അത് CBT 1 എക്സാം ആണ്. ഓൺലൈൻ പരീക്ഷയാണ്. നിങ്ങൾ PSC നമ്മൾ എക്സാം എഴുതുന്ന OMR ഷീറ്റിൽ പോയി ഡാർക്ക് ബബിൾസ് മാർക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു സിസ്റ്റം അല്ല, ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണ്. അപ്പൊ കൃത്യമായി മോക്ക് എക്സാംസ് എഴുതി നോക്കണം. എക്സാമുകളുടെ മോക്ക് എക്സാം സീരീസ് ഇപ്പൊ തന്നെ ദിശയിൽ ജോയിൻ ചെയ്യുന്ന ഓഫ്ലൈൻ സ്റ്റുഡൻസിനും ഓൺലൈൻ സ്റ്റുഡൻസിനും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള മോക്ക് എക്സാംസിന്റെ പാക്കേജ് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി എന്ത് ചെയ്യാം, എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് കൂടി ഇതിനോട് കൃത്യമായി നടത്തിപ്പോവാം. വലിയ ടഫസ്റ്റ് എക്സാം ഒന്നുമില്ല. കൃത്യമായി പഠിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു CBT 1 എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും മെഡിക്കൽ വെരിഫിക്കേഷനും മാത്രമേ ഉള്ളൂ. 2 ടയർ പരീക്ഷയൊന്നും എന്തിനില്ല. NDPC പോലെ ഗ്രൂപ്പ് ഡിക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഒറ്റ സിമ്പിൾ എക്സാം. അപ്പോഴും ഞാൻ പറയുന്നു, ആ സിമ്പിൾ എക്സാമിനെ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്ന് മനസ്സിലാക്കി പഠിക്കുക. എങ്ങനെയാ ക്രാക്ക് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് മനസ്സിലാക്കിയോ. എന്താണ് വെയിറ്റേജ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സയൻസ് 25 മാർക്ക്, അതായത് സയൻസ് സബ്ജക്റ്റ് ആയ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് കൃത്യമായ വെയിറ്റേജ് ഉണ്ട്. അതിൻ്റെ ഒപ്പം കമ്പ്യൂട്ടർ കൂടിയുണ്ട്. ചേർത്ത് എത്ര 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 25 ക്വസ്റ്റ്യൻസും 25 മാർക്കും. പിന്നെ മാത്സ് നോക്കിയേ, ഇവിടെയാണ് ഞാൻ മെയിൻ ആയിട്ടുള്ള വേരിയേഷൻ പറഞ്ഞത്. എന്താണ്? മാത്സും റീസണിംഗ് കൂടെ ചേർത്ത് 55% മാർക്കുണ്ട്. ഓക്കെ, നമ്മൾ PSC എക്സാംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 20% വെയിറ്റേജേ ഉള്ളൂ. അപ്പൊ ആ ഒരു ലോജിക്കിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവും. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. SSC RRB എക്സാമുകളുടെ പ്രത്യേകത മാത്സിനുള്ള ഈ ഒരു വെയിറ്റേജാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ മാത്സ് റീസണിങ് കൃത്യമായി ആ രീതിയിൽ പഠിച്ചിട്ട് തന്നെ പോകണം. ഉളപ്പ് വിചാരിക്കരുത്. ഞാൻ വെറുതെ നിങ്ങളെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്ത് ഇത് എല്ലാവരെ കൊണ്ടും പറ്റും എന്നൊന്നുള്ള രീതിയിലല്ല പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നേടിയെടുക്കാൻ പറ്റും. ഇനിയുള്ള 90 ഡേയ്സ് വൃത്തിയായി പഠിക്കാമെങ്കിൽ, വളരെ ഹാർഡ് വർക്ക് ചെയ്ത് സിലബസ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതായത് GK സെക്ഷനിൽ നിന്ന് 20% മാർക്കേ ഉള്ളൂ. ബാക്കി 80% സബ്ജക്ട് ഓറിയന്റഡ് ആയി കൃത്യമായി സിലബസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? 100 ക്വസ്റ്റ്യൻസ്, 90 മിനിറ്റ് സമയം നമുക്കുണ്ട്. പലപ്പോഴും SSCയുടെ പരീക്ഷകൾക്കൊക്കെ 60 മിനിറ്റ് ആണ് പ്രിലിംസിന് വരുന്നതെങ്കിൽ ഇവിടെ 1.5 മണിക്കൂർ സമയം നമുക്ക് പരീക്ഷയ്ക്കുണ്ട്. 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി, 100 മാർക്ക്. അത്യാവശ്യം ഫിസിക്കൽ ടെസ്റ്റ് കൂടി വരുന്നത് കൊണ്ട് കട്ട് ഓഫ് ഒന്നും വലിയ ഒരു കട്ട് ഓഫിലേക്ക് പോകില്ല. അപ്പൊ ഈ സാധ്യത നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ മക്കളുമാരും, എല്ലാ വിദ്യാർത്ഥികളും ശ്രമിക്കുക. ഇനി ഇപ്രാവശ്യം പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുന്ന റെയിൽവേയുടെ പരീക്ഷകൾക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. എനിക്കതേ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. കാരണം RRBയുടെ ഏതൊക്കെ പരീക്ഷകൾ വീണ്ടും വിളിച്ചു, RRB ALP വീണ്ടും വിളിച്ചു, ടെക്നീഷ്യൻ എക്സാം വീണ്ടും വിളിച്ചു, പരീക്ഷകൾ വീണ്ടും വിളിച്ചിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു അവസരം മനസ്സിലാക്കി അടുത്ത പ്രാവശ്യത്തേക്കെങ്കിലും വേണ്ടി പഠിക്കുക. ഇനി അതല്ല, ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇനിയുള്ള സമയവും ഒട്ടും പാഴാക്കാതെ പഠിക്കുക. ഇപ്പം നമ്മുടെ അക്കാഡമികളിലെല്ലാം ഓഫ്ലൈനിൽ റെഗുലറായിട്ട് കഴിഞ്ഞ ജാനുവരി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ ക്രാഷ് ബാച്ചിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, ക്രാഷ് ഓൺലൈൻ ബാച്ചിലൊക്കെ പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ കൃത്യമായി സിലബസ് ഓറിയന്റഡ് ആയിട്ട് സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിക്കണം എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഇനി എന്താണ് സബ്ജക്റ്റ് മനസ്സിലാക്കണം. എന്തൊക്കെയാ? മാത്സ് അത്യാവശ്യം നല്ല കൃത്യമായിട്ട് നമ്പർ സിസ്റ്റം പഠിക്കണം, ഡെസിമൽ ഫ്രാക്ഷൻസ് പഠിക്കണം, LCM പഠിക്കണം, റേഷ്യോ പഠിക്കണം, പെർസെൻറ്റേജ് പഠിക്കണം, മെൻസുറേഷൻ പഠിക്കണം, ടൈം ആൻഡ് വർക്ക് പഠിക്കണം, ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കണം, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കണം, ഓൾജിബ്ര പഠിക്കണം, ജോമെട്രി പഠിക്കണം, ട്രിഗണോമെട്രി പഠിക്കണം, സ്ക്വയർ റൂട്ട് പഠിക്കണം, ഏജ് പഠിക്കണം, കലണ്ടർ പഠിക്കണം, ക്ലോക്ക് പഠിക്കണം. എടാ, SSCക്ക് എന്ത് പഠിക്കാനുണ്ടോ സിമിലർലി അത് തന്നെയാണ് RRB ഗ്രൂപ്പ് ഡിക്കും പഠിക്കാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആക്ച്വൽ വെല്ലുവിളി നേരിടുന്നത് ഏത് സൈഡിൽ നിന്നായിരിക്കും? SSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ഓഡിയൻസ് ഇന്ത്യയിൽ തന്നെയുണ്ട്. കേരളത്തിലും ഇപ്പോൾ നല്ലൊരു ശതമാനം PSCയിൽ നിന്ന് മാറി SSCയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർ നിങ്ങൾക്ക് ചലഞ്ച് ആകും. അപ്പൊ അതിന് അവർ പ്രിപ്പയർ ചെയ്യുന്ന രീതി മനസ്സിലാക്കി അതേ രീതിയിൽ പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞ കുറേ ആളുകൾ ഇത് പെട്ടെന്ന് കിട്ടും,
ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും പഠിച്ചാൽ മതി, മലയാളത്തിൽ പഠിച്ചാൽ മതി എന്നൊക്കെ പറയുന്നവരുണ്ട്. മലയാളത്തിലൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ആ PSCയുടെ ലൈനിൽ തന്നെയാണ് അവർ നിങ്ങളെ ട്രൈ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. ഇതിൽ കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മുഴുവനുള്ള SSC പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നന്നായി അതിനുവേണ്ടി ഒരുങ്ങാതെയാണ് പോകുന്നതെങ്കിൽ വെറുതെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അതിനനുസരിച്ച് വേണ്ടി പരിശീലനം നടത്തണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. റീസണിങ് വരുമ്പോഴും എന്താണ്, എല്ലാ ടോപ്പിക്കുകളും അനലോഗി ഉണ്ട്, നമ്പർ സീരീസ് ഉണ്ട്, കോഡിംഗ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്, സിലോജിസം ഉണ്ട്, ജംബ്ലിംഗ് ഉണ്ട്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, വെൻ ഡയഗ്രാം ഉണ്ട്, ഡേറ്റ സഫിഷ്യൻസി ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ SSCയുടെ തന്നെ സിമിലർ ആയിട്ടുള്ള എന്തുണ്ട്, ക്വസ്റ്റ്യൻസ് എല്ലാം RRB NTPCക്കും ഒക്കെ ഉള്ള അതേ സാധനം തന്നെ RRB ഗ്രൂപ്പ് ഡിക്കും ഉണ്ട്. ജനറൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല, 10ാം ക്ലാസ് വരെ വരുന്ന NCERT ടെസ്റ്റിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സാധനങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം. പിന്നെന്തുണ്ട്, കറണ്ട് അഫയേഴ്സ്, ഡെയിലി ഉള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ടോപ്പിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തന്നിട്ടുണ്ട്. പഠിക്കേണ്ടത് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. കൃത്യമായി SSC RRB ധാരണയുള്ളവരുടെ അടുത്തുനിന്ന് തന്നെ പഠിക്കുക. അങ്ങനെയുള്ള അക്കാഡമികൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ചില PSC സെന്ററുകളിൽ ഇതിന്റെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. എനിക്ക് അത്ര കണ്ട് ഒരു ട്രസ്റ്റ് അതിനകത്തില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, SSC സ്റ്റാഫ് സെലക്ഷൻ ഓറിയന്റഡ് ആയിട്ട് കൃത്യമായി ട്രെയിനിങ് തരുന്ന അക്കാഡമികളിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചാൽ RRB ഗ്രൂപ്പ് ഡി നല്ലൊരു മാർക്കോട് കൂടി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. മെയിലിന്റെ കാറ്റഗറി ഇതാണ്, 35 കിലോഗ്രാം വെയിറ്റുമായിട്ട് 100 മീറ്റേഴ്സ്. എത്ര, 2 മിനിറ്റ് ആണ്. താഴെ ഇടാൻ പാടില്ല വെയിറ്റ്. അതുപോലെ തന്നെ 1000 മീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡ്. ഇത്രയാണ് ഫിസിക്കൽ വരുന്നത്. ഓട്ടം മാത്രമേ ഉള്ളൂ. വെയിറ്റ് കൂടെ ക്യാരി ചെയ്തുകൊണ്ട് പോകണം. 20 കിലോഗ്രാം വെയിറ്റുമായിട്ട് എന്ത് ചെയ്യണം, 100 മീറ്റർ സഞ്ചരിച്ചാൽ മതി 2 മിനിറ്റിനകത്ത്. ഗേൾസിന്റെ ആണ് പറഞ്ഞത്. 1000 മീറ്റർ റണ്ണിങ് ഉണ്ട് 5 മിനിറ്റിനകത്ത്, 5 മിനിറ്റ് 40 സെക്കൻഡും ഉണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ബോയ്സും ഗേൾസും ശ്രദ്ധിക്കുക. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. അത്യാവശ്യം ഫിസിക്കലി ഓക്കെ ആയിട്ടുള്ളവർക്ക്, റണ്ണിങ് ഒക്കെ ഓക്കെ ആകുന്നവർക്ക്, അല്ലെങ്കിൽ ഡെയിലി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. കൃത്യമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ കൂടെ എക്സാം ഡേറ്റ് ഇനി ഒരു 3 മാസമേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. ആ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവരാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ദിശയുടെ RRB ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 3 മാസം കൊണ്ട് നിങ്ങളെ ഈ ഒരു എക്സാമിലേക്ക് കൃത്യമായി സിലബസ് ഓറിയന്റഡ് ആയിട്ട് എത്തിക്കാനായിട്ട് ദിശ അക്കാഡമിക്ക് സാധിക്കും. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ തന്നെ ശ്രദ്ധിച്ചാൽ നിരവധിയായിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ ഓഫ്ലൈൻ സെന്ററുകൾ കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഓഫ്ലൈൻ സെന്ററുകളുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് റെയിൽവേയുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നന്നായി ഈ എക്സാം ഓറിയന്റഡ് ആയി തന്നെ RRB ഗ്രൂപ്പ് ഡി, RRB NTPC ഈ ലെവലിലേക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ സെന്ററുകൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. കാരണം എക്സ്ക്ലൂസീവ് കോച്ചിങ് ഫോർ സ്റ്റാഫ് സെലക്ഷൻ, റെയിൽവേ ആൻഡ് ബാങ്കിങ് ആണ് ദിശ അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.